ഹലോ വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലെ യുണൈറ്റഡ് കോക്കനട്ട് എന്നുള്ള പിള്ള സാറിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മളിവിടെ വന്നിട്ട് ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കണം, പ്രത്യേകിച്ച് പിള്ള സാറിൻ്റെ ഫിഷ് നിർവ്വാണം. അപ്പോൾ ഇതുവരെ നമുക്ക് അതിനുള്ള സമയം സന്ദർഭമൊന്നും ഒത്തു വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ആ ഒരു സമയം നമുക്ക് ഒത്തു വന്നത്. അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അറിയാം നല്ല പ്രീമിയം രീതിയിലാണ് ഇവർ ഈ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ മെനു കാർഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് ടാബായിട്ട് അവർ വന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള മെനു ഒക്കെ നമ്മൾ ടാബിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഓർഡർ കൊടുത്തത് പിടി, അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ മട്ടൻ കറി, ഫിഷ് നിർവാണ, നെയ്മീൻ പൊള്ളിച്ചത്, അതുപോലെ ചെമ്മീൻ ഫ്രൈ, പിന്നെ അപ്പം, നൂൽ പൊറാട്ട. ഇതെല്ലാം അവരുടെ വെറൈറ്റി സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ. ഇതിൽ എടുത്ത് പറയേണ്ടത് നമുക്ക് ഫിഷ് നിർവാണ, അതുപോലെ തന്നെ നെയ്മീൻ പൊള്ളിച്ചത്, പിന്നെ മട്ടൻ കറി. ഇതിൽ എന്താ പറയുക, ഫിഷ് നിർവാണ എന്നുള്ളത് നമ്മൾ കഴിക്കേണ്ട ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷായിരുന്നു. അതുപോലെ തന്നെ അവരുടെ നെയ്മീൻ പൊള്ളിച്ചത്, നമ്മൾ ആ ഒരു ഇല തുറക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നമുക്ക് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡൊന്നും അടുത്ത കാലത്ത് നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്ര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫിഷ് ലവേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഔട്ട്ലെറ്റാണ് കേട്ടോ ഇത്. ഞങ്ങൾക്കൊക്കെ ഫിഷ് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് നല്ലോണം തന്നെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റിയിട്ട്. ഇതിൻ്റെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പമാണ് കേട്ടോ. അപ്പം നിർവാണ, അതുപോലെ തന്നെ അപ്പം മട്ടൻ കറി, അതുപോലെ തന്നെ അപ്പം മീൻ പൊള്ളിച്ചത്, അതൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വേണം കേട്ടോ പറയാം. ഇതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ, പിടി. അപ്പോൾ സാധാരണ പിടി നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പിടി എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിടിയായിരുന്നു. ഇത് എന്തോ നമുക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് ചെമ്മീൻ ഫ്രൈയും അതുപോലെ തന്നെ നിർവാണ എല്ലാം. ഫൈനലി നമ്മൾ ഓർഡർ കൊടുത്തത് ഡെസേർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് ആയിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പുഡിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു കേട്ടോ പുഡിങ്. അപ്പോൾ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ കിച്ചൺ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബേഴ്സ് എന്ന് അറിഞ്ഞപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോയിട്ട് കാണിക്കുകയും ചെയ്തിരുന്നു കേട്ടോ.